ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് കാർത്തിക കളിക്കൂടിൻ്റെ അടുത്ത വിശേഷം നോക്കിയാലോ. അങ്ങനെ പോലീസിന് മനസ്സിലായി സുഭാഷിൻ്റെ അടുത്ത് തെറ്റില്ല എന്ന് കേട്ടോ. അങ്ങനെ സുനന്ദേൻ്റെ അച്ഛനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അയാൾ കള്ളപ്പിട്ടതിനും കള്ളം പറഞ്ഞതിനും കൂടിയാണ് കേസെടുത്തത്. അങ്ങനെ അയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് സുഭാഷിൻ്റെയും സുധീഷിൻ്റെയും നികേഷിൻ്റെയും ഹരീഷിൻ്റെയും മുന്നിൽ നിന്ന് പോലീസ് സുനന്ദേൻ്റെ അച്ഛനെ ചീത്ത പറയാണ്. നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങൾ നിങ്ങളെ മകളെ വെച്ചിട്ടാണല്ലോ ഇങ്ങനൊരു കേസ് ഉണ്ടാക്കിയത്. ഇതൊരു കള്ളത്തരല്ലേ? നിങ്ങളുടെ മകൾക്ക് നാളെ പുറത്തിറങ്ങി നടക്കണ്ടേ? അതും പോട്ടെ, ഈ 4 പിള്ളേരെ ഞാൻ വെറുതെ ഇവിടെ കേസെടുത്ത് ജയിലിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഇവരും ഇത് അനുഭവിക്കണം, അതുപോലെ നിങ്ങളുടെ മകളും ഈ നാണക്കേട് അനുഭവിക്കണ്ടേ? ഒരു ഗൃഹനാഥൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ നാണക്കേടിൽ നിന്നും എല്ലാ മക്കളെ രക്ഷിക്കുക എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾക്ക് നാണമല്ലേ എന്നൊക്കെ പോലീസ് സുനന്ദേൻ്റെ അച്ഛനോട് ചോദിക്കുകയാണ്. അയാളാണെങ്കിൽ തല താഴ്ത്തി നാണം കെട്ടി നിൽക്കുകയാണ്. അതും ഈ കുട്ടി പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് അവിടെ വന്ന് അന്വേഷിക്കാൻ തോന്നിയത്. അങ്ങനെ അന്വേഷിച്ചില്ലെങ്കിൽ എന്താ അവസ്ഥ എന്നൊക്കെ പോലീസ് ചോദിക്കുന്നുണ്ട്. നിങ്ങളെ കുടുംബങ്ങൾ വഴക്കായിരിക്കാം, പക്ഷെ അതിന് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? പോലീസ് ഇതൊക്കെ പറഞ്ഞിട്ടും അയാളെ ഉശിരി തീരുന്നില്ല കേട്ടോ. എന്നിട്ട് സുനന്ദേൻ്റെ അച്ഛൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, സാറേ ഇവർ അതിക്രമിച്ച് ഞങ്ങളെ വീട്ടിൽ കയറിയിട്ട് എന്നെ അടിച്ചില്ല, അപ്പോൾ അതിന് കേസില്ലേ? അത് കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് പകച്ചിനിപ്പം അതിന് കേസ് എടുക്കുമെന്ന് പേടിച്ചിട്ട് കേട്ടോ. പക്ഷെ പോലീസ് തിരിച്ചു പറയാണ്, അതെങ്ങനെ ശരിയാവും? നിങ്ങളല്ലേ ആദ്യം, നിങ്ങളും നിങ്ങളുടെ വൈഫും കൂടെ പോയിട്ടല്ലേ ഇയാളെ അടിച്ചത്, അപ്പം ഞങ്ങൾ ആദ്യം അതിനല്ലേ കേസ് എടുക്കേണ്ടത്? അടിപിടി കേസാണെങ്കിൽ അതിനാണ് ആദ്യം പരാതി കൊടുക്കേണ്ടത്, അല്ലാതെ മകളെ വെച്ചിട്ടൊരു കള്ളക്കഥ ഉണ്ടാക്കലല്ല. എന്നിട്ട് എല്ലാവരോടും കൂടെ ആയിട്ട് പോലീസ് പറയാണ്, നിങ്ങളുടെ കുടുംബങ്ങൾ ഇനി കച്ചറ ഉണ്ടാക്കുമ്പോൾ അടിപിടിയല്ല ഉണ്ടാക്കേണ്ടത്, അതിനുള്ള പോലീസ് ഉണ്ട്, അപ്പോൾ സ്റ്റേഷനിൽ വന്ന് പരാതി തരികയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 4 പേരും കൂടെ പുറത്ത് പോയി ഒപ്പിട്ട് പോയിക്കോളൂ എന്ന് പറയണം. അങ്ങനെ അവർ താങ്ക്സ് ഒക്കെ പറഞ്ഞ് പോവാണ്. അങ്ങനെ നിധിയും അവർ 4 പേരും കൂടെ പുറത്തിറങ്ങുമ്പോഴാണ് സുഭാഷിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 2 പേരവിടെ വന്നത്. അവരാകെ ടെൻഷനിലാണ് സുഭാഷ് ഏട്ടനെ കൊണ്ടുവന്നിട്ട് പോലീസ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ ഞങ്ങൾ വക്കീലിനെ ഏർപ്പാടാക്കണമെന്നൊക്കെ ചിന്തിച്ച് നിൽക്കായിരുന്നു എന്ന്. അപ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, നിങ്ങളെങ്ങനെയാണ് അറിഞ്ഞത്? അത് നിങ്ങളുടെ അച്ഛൻ പറഞ്ഞതാണ്, ഭാസ്കരേട്ടൻ പറഞ്ഞു. അത് കേട്ട് പരീക്ഷ പറയുന്നുണ്ട്, ഇനിയിപ്പം നാട്ടിൽ പാട്ടാവാൻ വേറെ ബാക്കി ഉണ്ടാവില്ല, മക്കൾ പോലീസിൽ അച്ഛനെ പോലെ കയറി ഇറങ്ങുന്നത് അച്ഛന് ഭയങ്കര അഭിമാനമാണല്ലോ. അങ്ങനെ അരീഷ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുഭാഷ് നിധിയോട് പറയുന്നുണ്ട്, നിധി താങ്ക്സ്, നിൻ്റെ മിടുക്കാണ് ഞങ്ങൾ പുറത്തിറങ്ങാൻ കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി തിരിച്ചു പോരുമ്പോൾ സുധീഷ് അവിടെ സ്റ്റെക്കായിട്ട്, ഭഗവാനെ സ്വന്തം ജീവിതത്തിൽ ഇങ്ങനെ ഒരു ബുദ്ധി തോന്നരുത് നിധിക്കെന്ന് പറഞ്ഞിട്ട് പോവാണ്. അങ്ങനെ അവർ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ നിധിനോട് എല്ലാവരും താങ്ക്സ് പറയണം. അങ്ങനെ സുഭാഷ് പറയുന്നുണ്ട്, നിധി മോളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പുറത്തിറങ്ങില്ലായിരുന്നു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ പുറത്തിറങ്ങും, സത്യം മാത്രമേ ജയിക്കൂ, പോലീസിന് സത്യം മനസ്സിലാകും. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അതിനൊക്കെ സമയം എടുക്കില്ലേ, ഇടത്തില്ലോണ്ടല്ലേ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയത്. അങ്ങനെ സുധീഷും അവളെ സപ്പോർട്ട് ചെയ്തൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് സുഭാഷ് പറയാണ്, ഞങ്ങൾക്കിത് ആദ്യത്തെ അനുഭവമാണ്, ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനോ കൂടെ നിൽക്കാനോ ഒരാൾ പോലും ലൈഫിൽ ഉണ്ടായിട്ടില്ല, മോളാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഉണ്ടായത് എന്നൊക്കെ പറയുന്നുണ്ട്. അവർ നന്ദി പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ അവൾക്കും നല്ല സന്തോഷമായി. പിന്നെ അവർ സുനന്ദേനെ പറ്റി പറയാണ് കേട്ടോ. അങ്ങനെ ഹരീഷും സുധീഷൊക്കെ സുനന്ദേനെ കുറ്റപ്പെടുത്തുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എടാ അതൊരു പാവാണ്. അങ്ങനെ നിധിൻ പറയുന്നുണ്ട്, സുനന്ദയ്ക്കാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്, അവൾ ഈ സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങില്ലായിരുന്നു. അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അവൾക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വരായിരുന്നല്ലോ, അവൾക്ക് അവിടെ വന്ന് സത്യം പറഞ്ഞൂടെ, ഇതിൻ്റെ ക്രെഡിറ്റ് താങ്കൾക്ക് തന്നെയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് നിധിനെ ഒന്ന് ടോപ്പ് കയറ്റാൻ നോക്കുകയാണ് കേട്ടോ സുധീഷ്. അപ്പോൾ നിധി പറയാണ്, എൻ്റെ പോലത്തെ ഒരു അവസ്ഥയല്ല സുനന്ദയ്ക്ക് അവളുടെ വീട്ടിൽ, അവരവിടെ പിടിച്ച് വെച്ചിരിക്കുകയാണ്, ഇനിയിപ്പം എന്തൊക്കെ ചെയ്യുമെന്നാവും, തല്ല് കിട്ടി എന്തൊക്കെയോ ആവുമെന്ന് അറിയില്ല, പാവം സുനന്ദ എന്നൊക്കെ നിധിൻ പറയുന്നുണ്ട്. പിന്നെ സുഭാഷ് ഹരീഷിനോടും സുധീഷിനോടും കൂടെ പറയാണ്, ഇതിവിടെ കഴിഞ്ഞു, പോലീസ് കേസായി, ഇതിവിടെ തീർന്നു, ഇനി നിങ്ങൾ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കരുത്. അത് കേട്ടപ്പോൾ നിധിൻ പറയുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി നമ്മൾ ഈ പ്രശ്നമൊക്കെ സോൾവ് ആയത്, അപ്പം നിങ്ങൾ ഇനി ദയവ് ചെയ്ത് പോയിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, ഇതിവിടെ തീർന്നു എന്ന് പറഞ്ഞിട്ട് അവരകത്തേക്ക് വിളിച്ചിട്ട് അവൾ അങ്ങോട്ട് കയറി പോകും. പിന്നെ കാണിക്കുന്നത് സുനന്ദേനെ ലളിത അടിക്കുന്ന രംഗമാണ്. അങ്ങനെ സുനന്ദേനെ അച്ഛനും മാമനും അമ്മയും കൂടെ കുറ്റപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവളുടെ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്, നിനക്കെന്താ അവൻ ഓർമ്മ വന്നു? പുറത്തേക്ക് പോയപ്പോൾ നിന്നോട് ഇവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിച്ചിട്ടല്ലേ ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയത്, നീ ഞങ്ങളെ ചതിച്ചില്ലെന്നൊക്കെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇനി എന്നെ തല്ലേ ഞാൻ ചത്തുപോകും, നീ ഞങ്ങളെ ചതിച്ചില്ലേടി എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ വീണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ. അവൾ കരഞ്ഞു കരഞ്ഞ് ആകെ വശം കെട്ട് നിൽക്കുകയാണ്. ഇൻസ്പെക്ടറിൻ്റെ മുന്നിൽ നിന്ന് നിനക്ക് കല്യാണം ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാനത് അങ്ങോട്ട് സമ്മതിക്കില്ല എന്ന് നീ വിചാരിച്ചോ? ഇത് നടക്കും, അവർ വന്ന് നിന്നെ പെണ്ണ് കണ്ടു പോകട്ടെ, എന്നിട്ട് എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയതിൻ്റെ പക ഞാൻ തീർത്ത് തരാമെന്ന് പറയാണ്. അവളുടെ അച്ഛൻ കോള് കട്ട് ചെയ്തിട്ട് അവളുടെ അമ്മേനോട് പറയുന്നുണ്ട്, ഇവളുടെ കരച്ചിൽ മാറ്റിയിട്ട് അവിടേക്ക് കൊണ്ടുവരണം, ഇവളിനി അഥവാ അവിടെ വന്നിട്ടും കരയാണെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ ഒന്നുകൂടെ പോകും, അത് നിൻ്റെ മകളെ തീർത്തിട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോവാണ്. അപ്പോൾ ലളിത അവളോട് പറയുന്നുണ്ട്, അച്ഛനാവൂല ഞാനാവും നിന്നെ തീർക്കുക, കരച്ചിൽ നിർത്തടി, നീ പോലീസുകാരുടെ മുന്നിൽ ഞങ്ങളെ നാണം കെടുത്തിമാരി ഇവരുടെ മുന്നിലും കൂടെ നീ നാണം കെടുത്തിയാൽ ഞാൻ നിന്നെ തീർക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവളെ നന്നായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാണ് അവർ പോയതും അവൾ ആകെ പൊട്ടിക്കരഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന രംഗം, നിധിക്കൊരു കോൾ വരുന്നതാണ്. അവൾ കോൾ എടുക്കുമ്പോൾ അത് നിധീൻ്റെ ഏടത്തി സാന്ദ്രയായിരുന്നു. കോൾ എടുത്തപ്പോൾ തന്നെ സാന്ദ്ര അവളോട് സോറി ഒക്കെ പറയുന്നുണ്ട്. കാരണം അന്ന് അങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം കുറച്ചൊക്കെ സാന്ദ്രയാണല്ലോ. അത് സാരല്ല, അതെല്ലാം കഴിഞ്ഞതല്ലെന്നൊക്കെ നിധി പറയുന്നുണ്ട്. അപ്പോൾ സാന്ദ്ര അവളോട് ചോദിക്കുകയാണ്, സൂര്യനെ ഇഷ്ടപ്പെടാതെ നിനക്ക് എങ്ങനെയാണ് സുധീഷിനെ ഇഷ്ടമായത്? അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, ഏടത്തി വിചാരിക്കുന്ന പോലെ ഞങ്ങൾ തമ്മിൽ പ്രണയമൊന്നുമില്ല, അന്ന് അങ്ങനെ സംഭവിച്ചു പോയി, സൂര്യൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഓടിയത്. അപ്പോൾ എൻ്റെ ഡ്രൈവറായിട്ടായിരുന്നു സുധീഷ് വന്നത്, സുധീഷും ഒരു കണക്കിന്
പാവാണ്, അവൻ്റെ ജീവിതം ഞാൻ നശിപ്പിച്ചില്ലേ. ഇതെല്ലാം കേട്ടപ്പോൾ സാന്ദ്ര ഭയങ്കരമായിട്ട് ഷോക്കാവാണ്. അപ്പോൾ അവളോട് ചോദിക്കുന്നുണ്ടെന്ന് നിനക്കിതൊക്കെ പറഞ്ഞുകൂടെയെന്നോ. അപ്പോൾ നിധി പറയുന്നുണ്ട് എൻ്റെ ഭാഗം ആരെങ്കിലും കേൾക്കാൻ റെഡിയായോ? ഇല്ലല്ലോ. എൻ്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് ആരെങ്കിലും ചിന്തിച്ചോ? എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തായിരുന്നില്ലേ? എനിക്ക് സൂര്യനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സുധീഷിൻ്റെ കൂടെ പോയത്. പക്ഷെ അത് ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സത്യങ്ങളെല്ലാം വിളിച്ച് പറയണം. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, എന്നിട്ട് ഇപ്പോഴും നിങ്ങളെല്ലാവരും കൂടെ അരിപ്പിരി സൈക്കോനെ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കല്ലേ, ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഞാൻ സത്യങ്ങളെല്ലാം വീട്ടിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അയാളെ കൊണ്ട് എന്നെ കെട്ടിക്കാനല്ലേ നോക്കുള്ളൂ, എൻ്റെ ഭാഗം ആരും കേൾക്കില്ലല്ലോ. അത് കേട്ടപ്പോൾ സാന്ദ്ര പറയുന്നുണ്ട്, അത് ശരിയാ, സൂര്യ ഇപ്പോഴും ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നു ഏട്ടനെ കാണാനായിട്ട്. എന്നിട്ട് സാന്ദ്ര ചോദിക്കുകയാണ്, നീ അവിടെ തന്നെ തുടരാനാണോ തീരുമാനം? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല അടുത്ത് ഞാൻ ഇവിടുന്ന് മാറും, ഞാൻ എന്തായാലും ഇവിടുന്ന് മാറണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇവരൊക്കെ നല്ലവരാണ് എന്ന് വെച്ചിട്ട് ഇവിടെ നിൽക്കാനൊന്നും പോകുന്നില്ല, ഇവിടുന്ന് ഞാൻ മാറും. ഇവരെല്ലാവരും എന്നോട് നല്ലപോലെയാണ് പെരുമാറുന്നത്. അത് കേട്ടപ്പോൾ സാന്ദ്ര ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇത്ര സില്ലിയായിട്ട് പെരുമാറുന്നത്? നിങ്ങൾ ലീഗലി കല്യാണം കഴിച്ചതല്ലേ? അപ്പോഴാണ് ശരിക്കും പറഞ്ഞ നിധി ആ കാര്യം ചിന്തിക്കുന്നത് തന്നെ. നിധി ഇതൊരു സില്ലിയായിട്ടുള്ള കാര്യമില്ല, നിങ്ങൾ നിയമപരമായിട്ടാണ് വിവാഹം കഴിച്ചത്, അപ്പോൾ എന്തായാലും ഡിവോഴ്സ് വാങ്ങിയേ പറ്റൂ, ഇഷ്ടമില്ലാണ്ട് കല്യാണം കഴിച്ചതല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാം. എൻ്റെ കാര്യം ആലോചിച്ച് നോക്ക്, നിനക്കും നാളെ പല കാര്യങ്ങളുള്ളതല്ലേ, അപ്പോൾ ഡിവോഴ്സ് വേണ്ടേ? അതേപോലെ അയാളുടെ കാര്യം ആലോചിച്ച് നോക്ക്. അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, ശരിയാണ് ഏട്ടത്തി, സുധീഷിൻ്റെ കാര്യം ഞാൻ ആലോചിച്ചില്ല, എന്തായാലും അത് പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യും. ഇനിയിപ്പോൾ പോട്ടെ, ഇതിങ്ങനെ നീണ്ടു പോയി കഴിഞ്ഞാൽ നാളെ സുധീഷിന് നിന്നെ ഇഷ്ടപ്പെട്ടാലോ? അപ്പോൾ അയാൾ നിനക്ക് ഡിവോഴ്സ് തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പെട്ടില്ലേ? അപ്പോൾ അതാ പറയുന്നത്, നീ തന്നെയാണ് കുടുങ്ങുന്നത്. അത് കേട്ടപ്പോൾ നിധി അയ്യോ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീ വേഗം തന്നെ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യണമെന്ന് സാന്ദ്ര അവളെ ഓർമ്മിപ്പിക്കുകയാണ്. നീ ഇന്ന് തന്നെ സുധീഷിനോട് സംസാരിക്കണം, എന്നിട്ട് നാളെ തന്നെ ഒരു വക്കീലിനെ കണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനിക്കണം എന്ന് പറഞ്ഞിട്ട് സാന്ദ്ര കോള് വെക്കുകയാണ്. അങ്ങനെ നിധി ഓരോന്ന് ആലോചിച്ച് കിടന്നുറങ്ങുകയാണ്. പെട്ടെന്ന് നമ്മളൊരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ സുധീഷ് അവൾക്ക് ഡിവോഴ്സ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് മരണം വരെ ജീവിക്കാൻ നിധി എന്നൊക്കെയാണ് അവൻ പറയുന്നത്. നമ്മൾ ചാടി എണീറ്റിട്ട് അയ്യോ ഇനി സുധീഷ് എനിക്ക് ഡിവോഴ്സ് തരില്ലെന്നൊക്കെ ആലോചിച്ച് അവളൊക്കെ ടെൻഷനായിട്ട് ആ രാത്രി തന്നെ സുധീഷിനോട് സംസാരിക്കാനായിട്ട് പോവാണ്. അവൾ ഹോളിലേക്ക് പോവാണ്. അവിടെ അവർ 4 പേരും കൂടെ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ അവൾ ശബ്ദം ഉണ്ടാക്കാതെ സുധീഷിനെ വിളിക്കും. സുധീഷാണെങ്കിൽ പെട്ടെന്ന് ഞെട്ടി നീക്കുകയാണ്, ഇവൾ എന്താ ഇപ്പോൾ വിളിക്കുന്നത് എന്നുള്ള രീതിക്ക്. അപ്പോൾ അവൾ പറഞ്ഞു പുറത്തേക്ക് വാ, സുധീഷ് ഒരു കാര്യം പറയാനുണ്ടെന്ന്. അത് കേട്ടപ്പോൾ സുധീഷിൻ്റെ മനസ്സിലാണെങ്കിൽ അവൾക്ക് ഇനി അവനോട് പ്രണയം തോന്നി അത് തുറന്ന് പറയാനാണ് അവൾ വിളിക്കുന്നുള്ള സന്തോഷമായിരുന്നു. അങ്ങനെ പുറത്തേക്ക് പോയിട്ട് നിധി ആകെ എന്ത് പറയണം എന്നുള്ളൊരു ഷോക്കിൽ നിൽക്കുകയാണ് കേട്ടോ. സുധീഷാണെങ്കിൽ ഭയങ്കര ഇമാജിങ്, കാരണം അവൾ എന്നോട് ഇഷ്ടമെന്ന് പറയും, ഐ ലവ് എന്നൊക്കെ പറയാനാണ് വിളിച്ചത്, നാളുകൾക്ക് ശേഷം എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാമെന്നൊക്കെ പറഞ്ഞ് അവൻ ഓരോന്ന് സ്വപ്നം കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അവൾ സുധീഷിനോട് പറയണം, സുധീഷ് അന്ന് എന്നെ പുറത്ത് കൊണ്ടുപോയില്ലായിരുന്നു പാർക്കിൽ, അതുപോലെ എന്നെ കൊണ്ടുപോകുമോ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അത് കേട്ടപ്പോൾ സുധീഷിന് ഭയങ്കര സന്തോഷം. പിന്നെ അതിനുള്ള കാര്യത്തിനില്ല ഞാനിവിടെ നിൽക്കുന്നത്, നമുക്ക് പോകാലോ, എനിക്കിപ്പോൾ എന്തെങ്കിലും മനസ്സിന് ഭാരം. അപ്പോൾ അവൾ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, എനിക്ക് കുറച്ച് സംസാരിക്കാനാണ്. അത് കേട്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷം. നിധി അകത്തേക്ക് പോയതും അവൻ എക്സ്ട്രീം ലെവൽ ഹാപ്പിനെസ്സിൽ നിൽക്കുകയാണ്. ഇത് സ്വപ്നമാണെന്നൊക്കെ നോക്കാൻ വേണ്ടി അവൻ കൈ അടിച്ചൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നാളത്തെ എപ്പിസോഡ് കാണാനായിട്ട് എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.